നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിധി ഒന്ന് പുറത്തേക്ക് ഇറങ്ങോ? എന്തിന്? പ്ലീസ് ബിലീവ് മീ, ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല. ഉപദ്രവിക്കാനാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ പറയരുത്, ഒന്ന് പുറത്തിറങ്ങോ. ഇതൊരു പഴയ ഫ്രണ്ടിന്റെ റിക്വസ്റ്റാ. ഫ്രണ്ടോ? നിങ്ങളോ? നിങ്ങൾ എന്റെ ശത്രുവാ. ഓക്കെ ഓക്കെ, സമ്മതിച്ചു. പ്ലീസ്. അവരെ കാറിന്റെ അപ്പുറത്താണല്ലോ. ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്ത വിഷ്വൽ കറക്റ്റ് ആവോ? പൊസിഷനൊക്കെ മിഥുൻ കറക്റ്റ് ആക്കിക്കോളും. നീ ഷൂട്ട് ചെയ്. ഫോൺ നിങ്ങൾക്ക് എന്താ വേണ്ടത്? താനെന്തിനാ എന്റെ കാറ് തടഞ്ഞത്? ഞാൻ അറിയുന്ന നിധി ശത്രുക്കളോട് പോലും ഇത്രയും ദേഷ്യം കാണിക്കാറില്ല. തന്നോടത് കാണിച്ചേ പറ്റൂ. കാരണം തന്നോട് മര്യാദ കാണിച്ചപ്പോഴൊക്കെ താൻ വളരെ മോശമായിട്ടാണ് ബിഹേവ് ചെയ്തത്. 2 വർഷത്തിന് ശേഷം ഇപ്പൊ എന്തിനാ എന്നെ കാണാൻ വന്നത്? തനിക്കെതിരെ ഞാൻ കൊടുത്ത പോലീസ് കംപ്ലൈന്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നെ ശല്യപ്പെടുത്തില്ലെന്ന് ലോക്കൽ സ്റ്റേഷനിൽ എഴുതി കൊടുത്തത് താൻ മറന്നോ? ഞാനൊന്നും മറന്നിട്ടില്ല. ഇപ്പോ വർഷങ്ങൾക്ക് ശേഷം ശല്യപ്പെടുത്താൻ വന്നതുമല്ല. പിന്നെ അമ്മേ, ഡയലോഗ് മാത്രമേ ഉള്ളൂ, ആക്ഷൻ ഒന്നും കാണുന്നില്ലല്ലോ. അവനെ നിനക്ക് അറിയില്ല. അവൻ ആദ്യം പൊസിഷൻ പിടിക്കും, അത് കഴിഞ്ഞാവും ആക്ഷൻ. താൻ എന്താ മറുപടി പറയാത്തത്? പിന്നെ എന്തിനാ വന്നത്? ഞാൻ പറയുന്നത് കേൾക്കാൻ നിധി മനസ്സ് കാണിക്കണം. എന്നാ പിന്നെ വേഗം പറഞ്ഞു തൊലയ്ക്ക്. പറയാം. ഇപ്പൊ അയാളുടെ പൊസിഷൻ കറക്റ്റായി, പക്ഷെ നിധി ദൂരത്താണല്ലോ. അതൊക്കെ അവൻ വരുത്തിക്കോളും. നിന്നെ ദ്രോഹിച്ചതിനൊക്കെ എനിക്ക് ശിക്ഷ കിട്ടി. ഞാൻ ഇന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയാണ്. ഇപ്പൊ നിധിയും കറക്റ്റ് പൊസിഷനിലെത്തി. എടുക്കെടുക്ക്. ട്യൂമർ എന്റെ ബ്രെയിനിനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. അയ്യോ, അടുത്തതായി അവൻ നിധിയുടെ മേലെ വീണ് കെട്ടിപ്പിടിക്കുന്നാ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ നമ്മൾ പൊളിക്കും. ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി നമ്മളൊരു മണിയർ തന്നെ സെറ്റ് ചെയ്യും. വീഴാൻ തുടങ്ങി എന്നെ താങ്ങാനുള്ള മനസ്സ് നിധി കാണിച്ചല്ലോ, എനിക്ക് സമാധാനമായി. ട്യൂമർ പേഷ്യന്റാ. അത് പറഞ്ഞോണ്ടിരുന്നപ്പോഴാ വീഴാൻ തുടങ്ങിയത്. എങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. ഇത് മാഡത്തിന്റെ കാറാണോ? എങ്കിൽ ഞങ്ങളും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരാം. സാറിന് നടക്കാൻ പറ്റുമോ? വരൂ. വേണ്ട, ക്ഷീണം മാറി. എനിക്ക് ബൈക്കുണ്ട്. ഈ അസുഖം വെച്ച് ബൈക്ക് ഓടിക്കണ്ടേ സാറേ? ഏയ് കുഴപ്പമില്ല ബ്രദർ, താങ്ക്സ്. വെക്കോളൂ. എന്നാ ബൈക്കൊന്ന് മാറ്റി കൊടുക്കടാ, മാഡം പോട്ടെ.
വാ. ഇതെങ്കി ഇത് കിട്ടിയ വീഡിയോ വെച്ച് നമുക്ക് ആഘോഷിക്കാം. ഉം. ശ്ശെ. നിധി, എടോ, തന്റെ കാര്യം പറഞ്ഞപ്പോ അമ്മയ്ക്ക് ഒരേ നിർബന്ധം, തന്റെ ഫോട്ടോ കാണണമെന്ന്. മിഥുന്റെ അമ്മ എന്തിനാ എന്റെ ഫോട്ടോ കാണുന്നേ? എടോ, താനെന്റെ ഫ്രണ്ടല്ലേ. എന്റെ ഫ്രണ്ട്സിനെ എല്ലാം അമ്മയ്ക്ക് വലിയ ഇഷ്ടമാ. ആ ബിനോയ്, ആ. ഒരു മിനിറ്റ്. എന്താടാ? എടാ, ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്ത് തരുമോ? ആ ശരി. താനെന്തിനാ എന്നെ തോളിൽ കൈയിട്ടത്? അതിനെന്താടോ, നമ്മള് ഫ്രണ്ട്സ് അല്ലേ. നിധി മനസ്സുകൊണ്ട് പഴഞ്ഞിനാ മിഥുൻ, അതിന്റെ പ്രശ്നമുണ്ട്. അതെ. തന്റെ ഫോട്ടോ ഞാൻ അമ്മയെ കാണിച്ചു. അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായി. അമ്മയ്ക്ക് മാത്രമല്ല, എനിക്കും തന്നെ ഒരുപാട് ഇഷ്ടമാ. നമ്മള് ഫ്രണ്ട്സ് ആണല്ലോ. എടോ, എനിക്ക് തന്നോട് തോന്നുന്നത് വെറും സൗഹൃദം മാത്രമല്ല. എനിക്ക് തന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാ. ഐ ലവ് യു നിധി. നിധി നിക്ക്. എടോ, താൻ എന്താ എനിക്ക് മറുപടി തരാത്തത്? ഐ എം സോറി മിഥുൻ, എനിക്ക് താല്പര്യമില്ല. എടോ, തനിക്കെന്നെ ഇഷ്ടമല്ലേ? ഞാൻ മിഥുനെ കണ്ടതൊരു ബ്രദറിനെ പോലെയാ. അത് മാത്രമല്ല, ഒരു വിവാഹം കഴിക്കാവുന്ന അവസ്ഥയിലല്ല ഞാൻ. എന്നെ വിട്ടേക്ക്. തന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാ കല്യാണ ആലോചനയായിട്ട് എന്റെ വീട്ടിലേക്ക് വന്നേ? ഞാൻ വീണ്ടും വീണ്ടും നോ പറഞ്ഞിട്ടും താൻ എന്തിനാ എന്റെ വീട്ടുകാരോട് കെഞ്ചുന്നത്? എന്നെ കല്യാണം കഴിപ്പിച്ച് തരാൻ വേണ്ടി എന്തിനാ എന്റെ അമ്മായിക്ക് ക്യാഷ് വരെ കൊടുത്തേ? എനിക്ക് നിന്നോട് ഒടുക്കത്തെ ഇഷ്ടമായതുകൊണ്ട്. ഇഷ്ടപ്പെട്ടതെല്ലാം സ്വന്തമാക്കിയിട്ടുള്ളവനാ ഞാൻ. നിന്നെ സ്വന്തമാക്കും. ഞാനല്ലാതെ വേറെ ഒരുത്തനും നിന്നെ താലികെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. തനിക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്താ. ആ ഭ്രാന്തിന്റെ പേര് അത് നിധി എന്നാ. പോലീസിൽ പരാതി കൊടുത്തതോടെ അയാളുടെ ശല്യം അവസാനിച്ചതാ. മിഥുന് ദോഷം വരണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഒരു രോഗിയാണെന്ന് അറിഞ്ഞപ്പോൾ സങ്കടമുണ്ട്, സഹതാപവും. സാമ്പത്തിക സഹായം വല്ലതും ആവശ്യമുണ്ടെങ്കിൽ ഗൗതം സാറിനോട് പറഞ്ഞു ചെയ്യിക്കണം. ഛേ, ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ച ഫലം കിട്ടുമെന്ന് തോന്നുന്നില്ല. കിട്ടിയ ചാൻസ് മിഥുൻ നഷ്ടപ്പെടുത്തി. താങ്കൾ എന്നെ വല്ലാതെ നിരാശപ്പെടുത്തി കളഞ്ഞു. ഈ വീഡിയോയ്ക്ക് മാഡത്തിന്റെ നിർബന്ധം കാരണം മാത്രമാണ് ഞാൻ കൂട്ടുനിന്നത്. എന്റെ വിശ്വാസം എന്റെ നാവിനെയാണ്. നിധിയും ഞാനും തമ്മിൽ പ്രണയം തുടരുകയാണെന്ന് ഞാൻ ഗൗതം സാറിനെ ബോധ്യപ്പെടുത്തും. നീ കരുതും പോലെ ഗൗതം ഒരു മണ്ടനൊന്നുമല്ല. ഒരു കാര്യം വിശ്വസിക്കുന്നതിന് മുൻപ് അവൻ 100 വട്ടം ആലോചിക്കും. ആ, ഒരു വഴിയുണ്ട്. പറ മാഡം. മാഡം കണ്ടുപിടിച്ച വഴി സൂപ്പർ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
ശിവാനിയെ വിളിക്ക്. ഈ വീഡിയോയില് നിധി ഉടുത്തിരിക്കുന്നത് പോലെ ഒരു സാരിയും സംഘടിപ്പിച്ച് വരാൻ പറ. എങ്കി കൂടുതൽ സ്ട്രോങ് ആയിട്ട് പണി നടക്കും. അതെങ്ങനെ? എന്തിനാ ചിരിക്കുന്നത്? ഇവന് കാര്യം മനസ്സിലായി, അതുകൊണ്ടാ ചിരിക്കുന്നത്. നിധിയുടെ സാരി ഉടുത്ത ശിവാനി നിധിയാവും. തലയില്ലാത്ത നിധി.